കേരള രാഷ്ട്രീയത്തെ ഒരുപോലെ പിടിച്ചുലച്ച ശരവേഗത്തിലുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പ്രതിയായ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ യുവ സാന്നിധ്യമായ രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഒരു വശത്തും അത് കേവലം ഒരു രാഷ്ട്രീയ നാടകമാണെന്ന സുഹൃത്തുക്കളുടെ വാദങ്ങൾ മറുവശത്തും അണിനിരക്കുമ്പോൾ നടി റിനിയാൻ ജോർജും രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനും തമ്മിലുള്ള പോര് ഈ കേസിലെ കൂടുതൽ സങ്കീർണമായ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം.എൽ.എക്കെതിരെ 3 യുവതികൾ പീഡന പരാതിയുമായി രംഗത്തെത്തിയത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു. എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ടെന്നും അത് നടപ്പിലാക്കുന്നത് ചില ബാഹ്യശക്തികളാണെന്നുമുള്ള ആരോപണവുമായി രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം പുതിയൊരു തലത്തിലേക്ക് മാറിയത്. ഈ ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദു നടി റിനിയാൻ ജോർജ് ആണെന്നാണ് ഫെന്നിയുടെ പക്ഷം. ഫെന്നി നൈനാന്റെ ആരോപണം വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ ഒരു പൊളിറ്റിക്കൽ ട്രാപ്പാണ് ഈ പീഡന കേസുകൾ. ഇതിനായി ഇരകളെന്ന് അവകാശപ്പെടുന്നവരെ സംഘടിപ്പിക്കുന്നതിലും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിലും റിനി പ്രധാന പങ്ക് വഹിച്ചുവെന്ന് ഫെന്നി അവകാശപ്പെടുന്നു. സിനിമാ രംഗത്തെ സ്വാധീനം ഉപയോഗിച്ച് റിനി ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ഫെന്നി സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ റിനിയാൻ ജോർജ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പീഡനത്തിന് ഇരയായവർക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് താൻ നിൽക്കുന്നതെന്നും അതിൽ യാതൊരുവിധ ഗൂഢാലോചനയും ഇല്ലെന്നും അവർ വ്യക്തമാക്കുന്നു. രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് നേരിട്ട് അറിയില്ലെന്നും അവരുമായി യാതൊരുവിധ ബന്ധവും പുലർത്തിയിട്ടില്ലെന്നുമാണ് റിനിയുടെ വാദം. ഈ വിവാദത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം ഫെന്നി നൈനാൻ പുറത്തുവിട്ട ചില ഡിജിറ്റൽ തെളിവുകളാണ്. പരാതിക്കാരിയെ അറിയില്ല എന്ന റിനിയുടെ വാദം പൊളിക്കാൻ ലക്ഷ്യമിട്ടാണ് ഫെന്നി സ്ക്രീൻഷോട്ടുകളുമായി രംഗത്തെത്തിയത്. ഫെന്നി ഉന്നയിക്കുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ്. 2026 ജനുവരിയിലാണ് മൂന്നാം പരാതിക്കാരി രാഹുലിനെതിരെ പരാതി നൽകുന്നത്. എന്നാൽ ഇതിന് ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ്, അതായത് 2025 ഓഗസ്റ്റ് 21-ന് റിനിയാൻ ജോർജ് ഈ പരാതിക്കാരിക്ക് കോൾ മീ ടുമാറോ എന്ന സന്ദേശം അയച്ചതായി ഫെന്നി ആരോപിക്കുന്നു. പരാതി നൽകുന്നതിന് മാസങ്ങൾക്ക് മുൻപേ റിനി ഈ യുവതിയുമായി എന്തിന് സമ്പർക്കം പുലർത്തി എന്നതാണ് ഫെന്നി ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇത് കേസ് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്തതാണെന്നതിന് തെളിവാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും അത് കോടതിയിൽ സമർപ്പിക്കുമെന്നും ഫെന്നി വ്യക്തമാക്കുന്നുണ്ട്. ഫെന്നിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ റിനി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്നെ മനഃപൂർവ്വം ഈ കേസിൽ വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്താനാണ് ഫെന്നി ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു. ആർക്കെങ്കിലും താൻ സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു പശ്ചാത്തലത്തിലാകാമെന്നും അത് ഈ കേസുമായി ബന്ധിപ്പിക്കുന്നത് അനാവശ്യമാണെന്നും റിനി പറയുന്നു. പരാതിക്കാരിയുമായി വ്യക്തിപരമായ സൗഹൃദം തനിക്കില്ലെന്നും അവർ ആവർത്തിക്കുന്നു. പരാതിക്കാരി ആരുടെയെങ്കിലും അടുത്ത് തന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ല. തന്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ഫെന്നിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും റിനി മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ഇരയാകുന്നവരെ കരുവാക്കുന്നത് ശരിയല്ലെന്നും താൻ സത്യത്തിനൊപ്പമാണെന്നുമാണ് റിനിയുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പ്രതിയായതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന വാദമാണ് UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഫെന്നി നൈനാൻ പുറത്തുവിട്ട വിവരങ്ങൾ ഈ വിവാദത്തിന് കരുത്ത് പകരുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. മറുവശത്ത് പീഡന പരാതി ഉയർന്നാൽ അത് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ചിത്രീകരിക്കുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസ് ഇപ്പോൾ കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി ഡിജിറ്റൽ തെളിവുകളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഫെന്നി നൈനാൻ പുറത്തുവിട്ട സന്ദേശങ്ങൾ ആധികാരികമാണോ എന്നും അത് റിനി അയച്ചതാണോ എന്നും പോലീസ് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. പരാതി നൽകിയ യുവതികളും ആരോപണം നേരിടുന്ന എം.എൽ.എയും ഒപ്പം ഗൂഢാലോചന ആരോപിക്കപ്പെടുന്ന നടിയും ഈ വിവാദത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ കളികൾക്കിടയിൽ ഇരകളാക്കപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെടാനോ നിരപരാധികൾ വേട്ടയാടപ്പെടാനോ പാടില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ ഉയർന്ന പീഡന പരാതികളിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉയർത്തുന്ന വാദങ്ങൾ പ്രധാനമായും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ തെളിവുകളുടെ അഭാവത്തെയുമാണ് കേന്ദ്രീകരിക്കുന്നത്. രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കാൻ ഭരണപക്ഷം ചില തൽപര കക്ഷികളും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഈ പരാതികൾ എന്ന് പ്രതിഭാഗം അഭിഭാഷകർ വാദിക്കുന്നു. പ്രധാനമായും 3 കാര്യങ്ങളാണ് അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന കാലയളവും പരാതി നൽകിയ സമയവും തമ്മിലുള്ള വലിയ ഇടവേള പ്രതിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രത്യേക സമയത്ത് മാത്രം പരാതികൾ ഉയർന്നു വരുന്നത് ദുരൂഹമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഫെന്നി നൈനാനെ പോലെയുള്ളവർ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ പരാതിക്കാർക്ക് പിന്നിൽ ചില ഇടനിലക്കാരുണ്ടെന്നും കേസ് മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്നും അഭിഭാഷകർ വാദിക്കുന്നു. പരാതിക്കാരായ യുവതികളുടെ മൊഴികളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നും വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ കോടതിയിൽ സമർത്ഥിക്കുന്നു. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനാണ് പീഡന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതെന്ന വാദമാണ് രാഹുലിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത അഭിഭാഷകർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്.